ഹേ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ചില സോങ്ങുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അതിലെ ഇടയിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം എങ്ങനെയെങ്കിലും റിംഗ് ടോൺ ആക്കി വെക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിനെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യൽ എങ്ങനെ, അതിന്റെ ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. MP3 കട്ടർ ആൻഡ് റിംഗ് ടോൺ മേക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ചെറിയൊരു പരസ്യം കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. ദെൻ ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലോട്ട് വന്നു നമുക്ക് കിട്ടേണ്ട ആ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ MP3 കട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അലോ എന്ന് പറയുന്ന പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ മൊബൈൽ ഫോണിലെ എല്ലാ ഓഡിയോകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റണമെങ്കിൽ ആ ഒരു പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ മൊബൈലിൽ എല്ലാ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വോയിസിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് പാട്ടിൽ നിൽപ്പെട്ട ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് റിംഗ് ടോൺ ആക്കി വെക്കേണ്ടത്, ആ ഒരു ഭാഗം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ആ ഒരു പാട്ടിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതാ ഇവിടെ 2 ഡ്രാഗിങ് വരുന്നുണ്ട്. അതായത് ഒരു ബ്ലൂ ലൈൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ 2 ഡ്രാഗും നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പോർഷനാണ് അല്ലെങ്കിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതാ വലത്തു ഭാഗത്തും ഇടതു ഭാഗത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഭാഗം വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു പാട്ടിന്റെ എനിക്ക് ഈ ഒരു പാട്ടിന്റെ ഏകദേശം ഈ ഒരു ഭാഗം മാത്രമാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഇതുപോലെ അത് സെറ്റ് ചെയ്തു ചെയ്ത ശേഷം മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും. ദെൻ അഗൈൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റന്റ്ലി നമ്മുടെ ഫയൽ മാനേജറിലേക്ക് അത് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ചെറിയ ആഡ്സ് വരും. ആ ആഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്കോട്ട് വരാവുന്ന ഇനി നമുക്ക് അത് എങ്ങനെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യുക, ഇതിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഒരുപാട് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ആ ഓഡിയോ ലഭിച്ചിട്ടുണ്ടാകും. ദെൻ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സെറ്റ് ആസ് റിംഗ് ടോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഓഡിയോ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ടിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മുടെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.